വനിതാ സംവരണ ഭേദഗതി ബില്ലിന്റെ പരാജയം ഒഡീഷയിൽ ചർച്ചയാക്കാൻ ബി.ജെ.പി. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു സർക്കാർ. ഈ മാസം 30-നാണ് പ്രത്യേക നിയമസഭാ സമ്മേളനം. റഷീദ് ബിൻ മുഹമ്മദ് തുടരുന്നുണ്ട്. റഷീദ്, അപ്പോൾ ബി.ജെ.പി. പലയിടങ്ങളിലും ഈ വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടതോടെ പ്രതിപക്ഷത്തിനെതിരെ, കോൺഗ്രസിനെതിരെ വിശിഷ്യ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതും ഒഡീഷയിലടക്കം അത് പ്രത്യേക രീതിയിൽ തന്നെ ചർച്ചയാക്കാനുള്ള നീക്കം തുടരുകയാണ് ബി.ജെ.പി. ജിൽസി, വനിതാ സംവരണ ഭേദഗതി ബില്ലിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം പൂർണ്ണമായും പരാജയപ്പെട്ടതോടുകൂടി പ്രതിപക്ഷത്തിനെതിരെ വലിയ പ്രചാരണം നേരത്തെ തന്നെ ബി.ജെ.പിയും എൻ.ഡി.എ സർക്കാരും ആരംഭിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രചാരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഒഡീഷ സർക്കാർ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ മാസം 30-നാണ് ഈ സമ്മേളനം ആരംഭിക്കുക എന്നുള്ളതാണ്. എന്നാൽ എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വനിതകളുടെ പ്രാധാന്യവും അതോടൊപ്പം അവരുടെ പ്രാതിനിധ്യവും ഉറപ്പുവരുത്തുന്നതിൽ പ്രത്യേക ചർച്ചകൾ നടത്തുമെന്നുള്ള ഇപ്പോൾ സർക്കാർ ഈ നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ UP, ഹരിയാന, അതോടൊപ്പം തന്നെ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് പ്രതിപക്ഷത്തിനെതിരെ വലിയ ആയുധമാക്കുന്ന സാഹചര്യം ബി.ജെ.പി. കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ 543 മണ്ഡലങ്ങളിൽ വനിതാ സംവരണം നടപ്പിലാക്കണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം. അങ്ങനെയാണ് നിലവിലെ ഈ പ്രചാരണങ്ങളെയൊക്കെ തന്നെയും പ്രതിപക്ഷം പ്രതിരോധിക്കുകയും ചെയ്യുന്നു. എന്തായാലും പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൊണ്ട് ഇത് ബി.ജെ.പി. വലിയ ആയുധമാക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ജിൽസി.